ഞാൻ ഡോക്ടർ ജെ മാത്യു, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റ്. COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പ്രധാനമായും പുകവലി മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ്. എന്നാൽ അന്തരീക്ഷ മലിനീകരണം, കൃത്യമായ ചികിത്സ ലഭിക്കാത്ത ആസ്മ, ബാല്യകാലത്തുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധ എന്നിവ ഈ അസുഖത്തിന് കാരണമാവാം. നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നെഞ്ചിൽ വലിവ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ കിതപ്പ് തോന്നുക, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് എന്നിവ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്കറിയാം, പുകവലിയാണ് COPDയുടെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പുകവലിക്കുന്നവരിൽ COPD ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പുകവലി നിർത്തേണ്ടി വരും. COPDയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇൻഹേലറുകളാണ്. നമ്മുടെ ശ്വാസക്കുഴലുകൾ വികസിക്കാൻ വേണ്ടിയുള്ള 2-3 മരുന്നുകൾ കൂടിയ ഇൻഹേലറുകളാണ് പ്രധാനമായിട്ടും കൊടുക്കാറുള്ളത്. നമ്മൾ പൾമണോളജിസ്റ്റിനെ സമീപിച്ച് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇൻഹേലറുകൾ കൃത്യമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പൾമണറി റീഹാബിലിറ്റേഷൻ തെറാപ്പി ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ COPD രോഗികളിൽ ശ്വാസകോശ ഇൻഫെക്ഷനുകളിൽ നിന്നും രക്ഷിക്കാനുള്ള വാക്സിനുകളും ഇന്ന് ലഭ്യമാണ്. പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ, ഇങ്ങനെ 2 വാക്സിനുകളാണ് പ്രധാനമായും നൽകി വരുന്നത്. ഈ വർഷത്തെ വേൾഡ് COPD ഡേയിൽ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നോ യുവർ ലങ് ഫങ്ഷൻ എന്നാണ്. ലങ് ഫങ്ഷൻ അഥവാ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ നമുക്ക് രോഗനിർണയം മാത്രമല്ല നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യനില കൂടി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.